ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ ഇന്ന് പണി കഴിഞ്ഞ് വന്ന് എൻ്റെ അടിച്ചുവാരലെല്ലാം കഴിഞ്ഞു. ബാക്കി വിശേഷങ്ങളിലേക്ക് പോയാലോ? കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാവരും പോയി, കുഞ്ഞേട്ടൻ പോയി, ആദിക്കുട്ടൻ പോയി, കുടു പോയി, മോനിച്ച് പോയി. അവരെല്ലാവരും ഇപ്പോൾ വയനാട്ടിലെത്തി കേട്ടോ. അപ്പോൾ എനിക്ക് നാളെ ലീവില്ല, മറ്റന്നാൾ തൊട്ട് ലീവ് ഉണ്ട് കേട്ടോ. മറ്റന്നാൾ ലീവ് തന്നു. അപ്പോൾ നാളെ വൈകുന്നേരം ഞാനും കയറും. അപ്പോൾ ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒറ്റയ്ക്ക് നിൽക്കണത്. അതായത് ഒറ്റയ്ക്ക് ഇതുവരെ നിന്നിട്ടില്ല. മക്കൾ ആരെങ്കിലും ഉണ്ടാവും, ആരും ഇല്ലാണ്ട് ഇതുവരെ ഇവിടെ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെന്താണെന്ന് വെച്ചാൽ അവർ 4 പേരും വൈകുന്നേരം ഇവിടുന്ന് പോയപ്പോഴേ ഊരി പറിച്ച് വലിച്ച് എറിഞ്ഞ് നാശകോശാക്കിയിട്ടിട്ടാണ് പോയത്. എല്ലാം വാരി വലിച്ചിട്ടിട്ടാണ് അവർ പോയത്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം ഞാൻ വന്നപ്പം അലക്കാനുള്ളതുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, വേഗം അലക്കാനുള്ളതൊക്കെ അലക്കിയിട്ടു. ഒന്നും വീഡിയോ പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, പറ്റിയിട്ടില്ലേ. പിന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അകത്തേക്ക് കയറി അകമൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ ഞാനെല്ലാം കഴിഞ്ഞു കേട്ടോ, അടിച്ചൊക്കെ വാരി കേട്ടോ. അവർ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡോറൊക്കെ അടച്ചിട്ടതാണ്. ഇനിയിപ്പം 9 മണിയൊക്കെ ആകുമ്പോൾ ഒരു ലൈവ് ഇടാമെന്ന് വിചാരിച്ചിട്ട് അതുവരെ എല്ലാം കഴിഞ്ഞു കേട്ടോ. അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. ഞാൻ വാതിലടക്കട്ടെ. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞു കേട്ടോ. അടി തടയൊക്കെ കഴിഞ്ഞു. റൂമൊക്കെ വൃത്തിയാക്കി വെച്ചു. ഇനി കുറച്ച് തുണികൾ ഒക്കെ നാളെ എനിക്ക് കൊണ്ടുപോകാനുള്ള തുണികളും കൂടിയല്ലോ കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ വന്നു. അപ്പോൾ അവർക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഭക്ഷണം എല്ലാം ബാലൻസ് ചെയ്യുന്നു കേട്ടോ. ചോറൊന്നും മുഴുവനും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ആർക്കാ ഒന്നും വേണ്ടല്ലോ, എനിക്കൊന്നും വേണ്ട. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എല്ലാം ഒഴിവാക്കിട്ടോ. ചോറ് എല്ലാം ഒഴിവാക്കി, പാത്രം എല്ലാം നമ്മൾ ഇങ്ങനെയായിരിക്കും എനിക്ക് തോന്നുന്നത് എല്ലാവരും അല്ലേ. എന്നാലേ ഒരു സമാധാനത്തോട് പോകാൻ പറ്റുള്ളൂ. അപ്പം ചോറ് ബാക്കിയുള്ള എല്ലാം ഒഴിവാക്കി. എനിക്ക് ചോറ് വേണ്ട. ലേശം കോവയ്ക്കത്തോരനുണ്ടല്ലോ, ലേശമല്ല കുറച്ച് അധികം തന്നെ ഉണ്ട് കേട്ടോ. അവർ കഴിച്ചിട്ടില്ല കോവയ്ക്കത്തോരനെ. അപ്പം കോവയ്ക്കത്തോരനുണ്ട്, അത് മതി എനിക്കെന്ന് വിചാരിച്ച് ഞാൻ പാത്രം എല്ലാം കഴുകി കമത്തി എല്ലാം തന്നെ ഒഴിവാക്കി തുടച്ചിട്ടു കേട്ടോ. ഇനി സമാധാനമായി. ഇനി ഇവിടെ അടിച്ചു വാരി മുഴുവനാക്കാനും കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം കൊണ്ടുപോകാനുള്ള തുണികളൊക്കെ മടക്കി വെക്കാൻ. അവരെന്തൊക്കെ കൊണ്ടുപോയത്, എല്ലാവർക്കും ഉള്ള എല്ലാ സാധനങ്ങളും ഉണ്ടോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. അച്ഛനും മക്കളുമാണ് എല്ലാം എടുത്തു വെച്ചതും പോയതൊക്കെ. ഞാൻ വരുമ്പോഴത്തേക്ക് അവർ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ ബസ്സിനാട്ടോ പോയത്. ഞങ്ങൾക്ക് ബൈക്കിൽ 4 ആൾ 5 ആൾ എന്തായാലും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ ബസ്സിനാണ് പോയത്. പിന്നെ വന്നിട്ടാണെങ്കിൽ അലക്കിയ ഭാഗം കാണിച്ചു തരാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഈ ഭാഗത്തുണ്ടല്ലേ, അതിൽ നടക്കാൻ വയ്യ കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഒഴുകി വന്നിട്ട് ചളിയാണ്. അപ്പം നടക്കുമ്പോഴത്തേക്കും തെന്നി പോവുക. ഇന്നലെ രാത്രിക്കത്തെ മഴയിൽ വെള്ളം വന്നിട്ടേ കവർ 1-2 നിലത്തൊക്കെ ഉണ്ട്, പെറുക്കി വെക്കാനുള്ളതാണ്. ഞാൻ പ്ലാസ്റ്റിക് കവർ ഇട്ട് വെക്കുന്ന ചാക്കാണ് കേട്ടോ. അത് ചാക്കിലെടുത്തിടട്ടെ. അപ്പോൾ കണ്ടില്ലേ, അത് ഞാൻ എടുത്തിട്ടു കേട്ടോ. മഴ പെയ്തിട്ട് കണ്ടില്ലേ, നമ്മൾ ഇന്നലെ രാത്രിക്ക് വെള്ളം ഒഴുകി വന്നിട്ട് അവിടെ ഒന്നും ചവിട്ടത്തില്ല കേട്ടോ. ചളി ഇങ്ങനെ ഇതായി ഊറി കിട്ടോ, തെന്നിപ്പോവാ. നടക്കുമ്പോഴേക്കും തെന്നിപ്പോവും. ഇവിടെയൊക്കെ ചളിയായി. ഇനിയിപ്പോൾ അവിടെയൊക്കെ കഴുകണം. കഴുകിയിട്ട് എന്താ അപ്പോഴത്തേക്കും വീണ്ടും മഴ വരുമ്പോൾ വെള്ളം കയറുമല്ലേ. ഇന്നലെ ഇതായി ഇവിടെ വരെ വെള്ളം കയറിയിട്ടോ. നമ്മൾ അടുക്കളയിലേക്കുള്ള ഈ സ്റ്റെപ്പില്ലേ, ഇവിടെ വരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനത് വീഡിയോ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു.
ഇത്രയും നാളും ഇല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പോൾ തുടങ്ങിയത്. ഇനിയിപ്പോൾ ഈ ദുരിതം എന്ന് തീരുന്നാവോ. മക്കൾക്ക് പക്ഷേ ഭയങ്കര സന്തോഷം. വെള്ളമാണല്ലോ അവർ കാണുന്നത്. കുട്ടികളും വെള്ളവും ഒരു എന്താ പറയുക, അവർക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ വെള്ളത്തിനോട്. അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ചിന്തിക്കാൻ മാത്രമുള്ള പ്രായം അവരാവാത്തിടത്തോളം കാലം അവർക്കതെന്നും സന്തോഷം തന്നെ. ഞങ്ങളെ മനസ്സിൽ തീയായിരുന്നു കേട്ടോ. ക്ലോസറ്റ്, ബാത്റൂം നിറയെ ഈശ്വരാ. കിണറ്റിലെ വെള്ളവും കളറ് മാറി കേട്ടോ. ഒരു സാധാരണയുള്ള കളറല്ല. ഇനിയിപ്പോൾ എന്താണെങ്കിലും നമ്മളെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുക തന്നെ. പക്ഷേ അവരോട് പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്തിൽ വിവരം അറിയിച്ചപ്പോൾ അവർ ഉടനെ തന്നെ അതിൻ്റെ ഉടമസ്ഥരോട് വിവരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ കിട്ടാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങോട്ട് ഒഴുകാത്ത രീതിയിലാക്കി തരാമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു നല്ല മനുഷ്യരായതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞങ്ങൾ. ഒരിക്കലും ഞങ്ങളിപ്പോൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 12 വർഷത്തിൽ മേലെയായിട്ട് ഇതുവരെ ഇങ്ങനൊരു വെള്ളം ഇവിടെ കയറിയിട്ടേ ഇല്ല. പറയുമ്പം നമുക്ക് എന്ത് വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട്, അന്ന് പോലും ഇവിടെ ഇങ്ങനെ വെള്ളം കയറിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരനുഭവം. ഇനിയിപ്പോൾ ഈ മഴക്കാലം കഴിയുന്നത് വരെ തീയാണ് കേട്ടോ. മനസ്സിൽ മുഴുവനും ആകെ ടെൻഷനായിരുന്നു ഇന്നലെ. അവന്മാരാണ് അതിൻ്റെ ഇടയിൽ. ഞാൻ പിന്നെ അവസാനം ഒച്ചയിട്ട് കയറ്റിയതാട്ടോ എല്ലാവരെയും. കൈയും കാലൊക്കെ കഴുകി കയറ്റി. അപ്പം അങ്ങനെ ഒരുവിധം പണികളെല്ലാം കഴിഞ്ഞ് അടുക്കി പെറുക്കി വെച്ചിട്ടാണ് നമ്മൾ എങ്ങോട്ടേയും പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സമാധാനമായിട്ട് പോവാം. ഇല്ലെങ്കിൽ പോകുമ്പോൾ വിചാരിക്കും, അയ്യോ ആ ചോറ് അവിടെ ബാക്കിയുണ്ടല്ലോ, അത് കേടായി പോകുമല്ലോ, കറി ബാക്കിയുണ്ടല്ലോ, അത് കേടായി പോകുമല്ലോ, അല്ലെങ്കിൽ പുഴു പിടിക്കുമല്ലോ, പാത്രം കഴുകിയില്ലല്ലോ, ഇങ്ങനെ ഓരോ ടെൻഷൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് പോകാമല്ലോ. പിന്നെ അവരാരും ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. വീട്ടിലോട്ട് പോയില്ല. പോയാൽ എൻ്റെ പണി തീരില്ല. എനിക്ക് അലക്കാൻ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അതെല്ലാം കഴിഞ്ഞ് അടിച്ചു വാരി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഓർത്തു മേലും കൂടെ കഴുകി കയറിയാൽ പിന്നെ പേടിക്കണ്ടല്ലോ, വാതിലടച്ചിട്ടാൽ മതിയല്ലോ. പേടിയായിട്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഒറ്റയ്ക്ക് അങ്ങനെ അധികം കുറേ നാളായി. കുഞ്ഞേട്ടൻ ഇല്ലാതെ ഞങ്ങളിവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. ഞാനും മക്കളും കൂടെ. കുഞ്ഞേട്ടൻ ഗൾഫ് പോയ സമയത്ത് ഞാനും മോനൂസും അതുപോലെ ഞങ്ങളെ ആദ്യക്കുട്ടനെ അന്ന് കുഞ്ഞു ആവയായിട്ട് ആദ്യക്കുട്ടനും 28 ദിവസം തൊട്ട് തന്നെ ആദ്യക്കുട്ടനും 90 ദിവസമായപ്പോൾ തൊട്ട് ആദ്യക്കുട്ടനും ഞാനും മോനൂസും ഇവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. അന്ന് മക്കളുണ്ടല്ലോ കൂടെ. അപ്പോൾ അവന് മക്കളുള്ളത് കൊണ്ട് കുഴപ്പം. ഇതിപ്പോൾ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് കേട്ടോ. എന്തായാലും അപ്പോൾ എന്താ പറയുക, ഞാൻ മേലും കൂടെ കഴുകിയിട്ട് ഇങ്ങോട്ട് കയറിയാൽ പിന്നെ വാതിലടയ്ക്കാമല്ലോ. വാതിലടച്ചു നിർത്തിട്ട് വലിയ അടച്ചുറപ്പുള്ള ബംഗ്ലാവൊന്നുമല്ല, എങ്കിലും നമുക്കിത് ബംഗ്ലാവാണല്ലോ. അങ്ങനെ എൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തുണി എടുത്ത് വെക്കാനുള്ളൂ കേട്ടോ. തുണി എടുത്ത് വെക്കാനും ഒന്ന് അയൺ ചെയ്യാനുള്ളതൊക്കെ അയൺ ചെയ്യണം. ഇനി അവരെന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കണം. മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെക്കണം. അങ്ങനെ കുറച്ച് പണികളുണ്ട് കേട്ടോ. അപ്പോൾ കാണാം. മേല് കഴുകിയിട്ട് വരാം കേട്ടോ. ഞാൻ മേലൊക്കെ കഴുകിയിട്ടോ. ഇനി എന്താ കഴിക്കാൻ പോകണമെന്നല്ലേ അഴിച്ചു തരാം കേട്ടോ. അവർ ഇപ്പോൾ എന്താ പറയുക, ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറിയെന്നും പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബസ്സിൽ അധികം ആളില്ലായിരുന്നു പോലും. KSRTC ആയിരുന്നു. 10-20 ആളുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ആദ്യക്കുട്ടൻ ആ ബസ്സിൽ മുന്നോട്ടും പുറകോട്ടും ഓടിക്കളിയായിരുന്നു എന്ന് പറഞ്ഞു. രണ്ടാളും കൂടി ഇരുന്ന് സീസുമൊക്കെ കളിക്കുന്ന വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് തോന്നി കോവയ്ക്കത്തോരൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത എന്താണെന്നറിയോ, കോവയ്ക്കത്തോരൻ്റെ കോമ്പിനേഷൻ കാണണം, നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അംഗനവാടിയിൽ നിന്ന് ടീച്ചർ ലേശം പിന്നെ പായസം തന്നിട്ടുണ്ട്. പായസം എന്ന് പറഞ്ഞാൽ ഗോതമ്പിൻ്റെ പായസമില്ലേ, ഗോതമ്പത്തിൻ്റെ. അപ്പം ടീച്ചർ തന്നതാട്ടോ കുടുവിന്. അപ്പോൾ അവനത് കുടിച്ചില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബാക്കി എല്ലാ സാധനവും ഒഴിവാക്കിയിട്ട് ഇത് ഇവിടെ ലേശമുണ്ട്, അതും ഇവിടെ വെച്ചു. എനിക്കിത് മതി ധാരാളം. ഇതും കോവയ്ക്കത്തോരനും എങ്ങനെ ഉണ്ടാവും.
അങ്ങനെ വിചാരിച്ചു ഞാൻ കേട്ടോ. ഞാനും കഴിക്കട്ടെ, 8:45 8 മണിയാകട്ടെ കഴിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച പോലെ പണികളെല്ലാം കഴിഞ്ഞോട്ടേ എന്നോർത്ത് നിന്നതാട്ടോ. ഇപ്പോൾ പണികളെല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് ഇസ്തിരി ഇടാണ്ട്, അയൺ ചെയ്യാനുണ്ട്. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞിട്ട് 9:30 ആയിട്ടാണേലും ഉറക്കം വരുന്നോടം വരെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാമല്ലോ. അങ്ങനെ ഓർത്തു. ഞാൻ കഴിക്കട്ടെ. അപ്പോൾ അതാ ഞാൻ കഴിക്കുന്നു കോവയ്ക്കത്തോരനും പായസവും. അടിപൊളിയല്ലേ? ഭ്രാന്താണോ എന്നാ? ഇത് മതി. കോവയ്ക്ക എനിക്കിഷ്ടമാണ് കേട്ടോ. കോവയ്ക്ക എനിക്കിഷ്ടമാണ്. എന്താ, തേങ്ങ, ഉള്ളി, പച്ചമുളക്. എന്താ ചൂട് വാർന്ന പായസം കണ്ടോ? ആവി പറഞ്ഞ ഞാൻ കാണുന്നില്ലല്ലോ. വിക്കിപ്പോയി തരിപ്പ് പോയി. ആരായിരിക്കും പറയണേ? അച്ഛനും അമ്മയും പറയുന്നുണ്ടാവും, കുട്ടി ഒറ്റയ്ക്കാണല്ലോ, കിടന്നോ ആവോ, തിന്നോ ആവോ, ഇരുന്നോ ആവോ. കിടന്ന അച്ഛനും അമ്മയും പറയുന്നുണ്ടാവും. കിട്ടനും മക്കളും പറയുന്നുണ്ടാവോ അമ്മ തിന്നുകയാണോ എന്ന്? സാധ്യത വളരെ കുറവാണ്. അല്ല, അതൊന്നും അല്ല കാരണം അല്ലേ? എൻ്റെ പ്രശ്നമാണല്ലേ. നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ച് ഭക്ഷണം കഴിച്ചിട്ടാണെന്നാണ് പറയുക. ശ്രദ്ധയില്ലായ്മ കൊണ്ട് വരുന്നതാണ് തരിപ്പ് പോണല്ലേ. സംഗതി സൂപ്പറാട്ടോ. എന്നാലേ ഞാനിതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. അപ്പോൾ ഞാനോർത്തു ഇസ്തിരി ഇടാനുള്ളതൊക്കെ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ആകെ 2-3 കൂട്ടം എടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു ചുരിദാർ, കുടുവിൻ്റെ ഒരു ഷർട്ട് ഉണ്ട് കേട്ടോ, അതും കൂടി ഇസ്തിരി ഇടാൻ. 2-3 ചുരിദാർ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ദിവസമല്ലേ ഉള്ളൂ. ഞാൻ ഇപ്പം നാളെ വൈകുന്നേരം പോയാൽ ശനി ഞായറാഴ്ച വൈകുന്നേരം തിരിച്ചു വരുമല്ലോ. അപ്പോൾ 2 ദിവസത്തേക്കുള്ള മതിയല്ലോ. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് ഇസ്തിരി ഇട്ട് മടക്കി എടുത്ത് വെച്ചിട്ട് ഒറ്റ കിടത്തം. പക്ഷേ ഉണ്ടല്ലോ, ഈ ശൂന്യത ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ ചെക്കന്മാരോട് ഒച്ചയിട്ട് വാതോരാതെ വർത്താനവും പറഞ്ഞ് അന്ത്യാവോളം ഇതുങ്ങളോട് വർത്താനം പറഞ്ഞ് ഒച്ചയിടണം. പിന്നെ കുഞ്ഞിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതുങ്ങളോട് വർത്താനം അല്ലെങ്കിലും ഒത്തിരി വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ള കാര്യം അധികം സംസാരിക്കരുതെന്ന് കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം സംസാരിക്കുക എന്നുള്ളതാണ്. എന്താല്ലേ 2 വൈരുദ്ധ്യാത്മകത. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഞാനിതൊക്കെ ഒന്ന് ഇസ്തിരി ഇട്ടിട്ട് കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ അയൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അയൺ ചെയ്ത് കഴിഞ്ഞ് ബാഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ എന്നിട്ട് എവിടെയോ പോകാൻ വേണ്ടി വാങ്ങിയ ബാഗായിരുന്നു കേട്ടോ. ആ ബാഗ് തന്നെയാണ് ഇപ്പം ഞാനും കൊണ്ടുപോവാറുള്ളത്. ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ബാഗ് തന്നെയാണ് ഇത്. ആരൊക്കെയോ കൊണ്ടുപോയിട്ട് കേട്ടോ. പല സ്ഥലങ്ങളിലും യാത്ര പോയി വന്ന ബാഗാണ്. ഒരുപാട് യാത്രാനുഭവങ്ങളുള്ള ബാഗാണ് കേട്ടോ. നമുക്ക് യാത്രാനുഭവങ്ങൾ കുറവുള്ളൂ, ഇയാൾക്ക് ഒരുപാട് അനുഭവമുണ്ട്. അപ്പം ഞാനിതെല്ലാം ബാഗിലാക്കി വെക്കാമെന്ന് കരുതി.
പിന്നെ ഒരു കുഞ്ഞു ബാഗുണ്ട്. പിന്നെ വണ്ടിക്കൂലിയൊക്കെ കൈ പിടിക്കാനും ഫോൺ എടുത്ത് പിടിക്കാനൊക്കെ കൂടെ ഒരു കുഞ്ഞു ബാഗ്. ഞാൻ തുണി എടുത്ത് വെക്കാൻ തുടങ്ങുമ്പോഴാണ് അവരെല്ലാവരും കൂടെ വീഡിയോ കോൾ ചെയ്തത്. അപ്പോൾ അതാ കൊടുവാണ് അമ്മേന്ന് വിളിച്ച് തുടങ്ങിയത്. അമ്മ വരുമോ, അമ്മ ഇപ്പോഴേ വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കൊടു. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട് കേട്ടോ. ഞാൻ ബസ്സിൽ പോകുമ്പോൾ ഛർദ്ദിക്കുമോ എന്ന് പേടിയുണ്ട് എനിക്ക്. കവർ എത്രണ്ണം കരുതേണ്ടി വരും എന്നറിയില്ല. അങ്ങനെ എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. എനിക്ക് ഉറക്കം വന്നിട്ട് ആവി ഇടുന്നു ഞാൻ. അപ്പോൾ എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് ഇങ്ങനെ ആവി ഇട്ടിട്ട് സംസാരിക്കാൻ പറ്റാതെ പോവാം. കുടുവിൻ്റെ കയ്യിൽ കുറേ മിഠായിയൊക്കെ ഉണ്ട്. അതൊക്കെ അവൻ കാണിച്ച് തന്നെ. ഇപ്പം ഇവർ പോയേക്കുന്നതെന്ന് പറഞ്ഞാൽ ചേട്ടായിൻ്റെ കുഞ്ഞേട്ടൻ്റെ അമ്മേൻ്റെ ചേച്ചീൻ്റെ വീട്ടിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പം ബാബുച്ചേട്ടായും പിള്ളേരും, ഇതാ ബാബുച്ചേട്ടയാണത്, പിള്ളേരുണ്ട്. പിന്നെ അമ്മച്ചീൻ്റെ ഒരു അനിയത്തീൻ്റെ മോനുണ്ട്, ഉണ്ണിയുണ്ട്. ഇതാ ഉണ്ണി, മോള്, ബാബുച്ചേട്ടൻ്റെ പിള്ളേർ, അമ്മച്ചി, ഇതാണ് അമ്മച്ചീൻ്റെ ചേച്ചി, വയനാട്ടിലെ അമ്മച്ചി. അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടെ കൂടിയിട്ടുണ്ട്. അവരടിച്ച് പൊളിക്കട്ടെ ഇന്ന്. നാളെ നമുക്ക് ജോയിൻ ചെയ്യാം. ഞാൻ വിചാരിച്ചത് പറയുന്നത് കേൾക്കുമായിരിക്കും എന്നാട്ടോ. പക്ഷേ കേൾക്കുന്നില്ല കാര്യം. ഞങ്ങൾ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. പിന്നെ ഇത് സ്ഥലം കേണിച്ചിറയാണ് കേട്ടോ. വയനാട്ടിൽ കേണിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണേ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് പാക്ക്. അവരാട്ടോ പാക്കാക്കി പോയത്. ഇതാ. അപ്പോൾ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടർന്നും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്നും നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഒരിക്കൽ കൂടി താങ്ക് യു പറഞ്ഞതുകൊണ്ട് ഗുഡ് നൈറ്റ് പറയാം കേട്ടോ. ഒരിക്കൽ സമയം 11 മണിയാവാനായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര, ഗുഡ് നൈറ്റ്.